A+2 സ്വാഗതം. സംസ്ഥാന സർക്കാരിന് വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം പൊതുജനങ്ങൾക്ക് ഗുണപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ആണ് കെട്ടിടത്തിനനുസരിച്ച് വാട്ടർ ചാർജിൽ മാറ്റം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ സർക്കാരിന് നൽകിയിരിക്കുന്നത്. നിലവിൽ എല്ലാ മേഖലകളിലും വർധനവ് വരുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. ഇനി ജലത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പുതിയ ഒരു തീരുമാനം കൂടി നമുക്ക് അറിയാനുള്ളൂ. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആരോടും വലുതായിട്ടൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഒരു പ്രപ്പോസലായിട്ടാണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് പുതിയ നിരക്കുകൾ ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽ നൽകിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുമായിട്ട് പോലും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ഉപയോഗിക്കുന്ന വെള്ളം എത്രയാണോ അതിൻ്റെ ചാർജാണ് നമ്മൾ ഇപ്പോൾ നൽകി വരുന്നത്. പക്ഷേ ഇനി മുതൽ ഉപയോഗിക്കുന്ന വെള്ളം മാത്രമല്ല, കെട്ടിടത്തിൻ്റെ പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ശുദ്ധ ജലത്തിൻ്റെ താരിഫ് കണക്കാക്കുന്നതിനാണ് ജല അതോറിറ്റി സർക്കാരിൻ്റെ പെർമിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രപ്പോസൽ നൽകിയിരിക്കുന്നത്. ഒരു വീടിൻ്റെ വിസ്തീർണവും മറ്റ് കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ വീട്ടിലേക്കുള്ള ജലവിതരണത്തിൻ്റെ നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ വീടുകൾക്ക് ആവശ്യമുള്ള ഗാർഹിക ജല ഉപയോഗം, വീടുകൾക്കല്ലാതെ ഗാർഹികേതര ജല ആവശ്യം, വ്യവസായം, സ്പെഷ്യൽ അതായത് ഒരു ബിൽഡിങ്ങോ മറ്റോ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള വിഭാഗങ്ങൾ എന്നിങ്ങനെ 1, 2, 3, 4 കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ വാട്ടർ അതോറിറ്റി ജലവിതരണത്തിൻ്റെ താരിഫ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവയെ ഉപവിഭാഗങ്ങളായി തിരിച്ച് സ്ലാബ് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രപ്പോസൽ പോയിരിക്കുന്നത്. ഗാർഹികം എന്ന് പറഞ്ഞാൽ BPL വിഭാഗമാണ് അതിൽ ഒന്നാമത് ഉപവിഭാഗമായി വാട്ടർ അതോറിറ്റി പ്രപ്പോസ് ചെയ്യുന്നത്. BPL വിഭാഗം സർക്കാർ സന്നദ്ധ സംഘടനകൾ പദ്ധതികൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച് നൽകിയ വീടുകൾ, അതായത് ലൈഫ് മിഷൻ, PMAY തുടങ്ങിയ വീടുകൾ, ഇവയെല്ലാം BPL എന്ന പരിധിയാക്കി വെക്കുകയാണ്. രണ്ടാമത് ഗാർഹിക ആവശ്യത്തിനുള്ള ജലവിതരണത്തിനു വേണ്ടിയുള്ള ഉപവിഭാഗം സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്ന് കാണുന്ന വിഭാഗമാണ്. അതിൽ ഗുരുതര രോഗങ്ങൾ, ക്യാൻസർ, വൃക്ക, കരൾ രോഗങ്ങൾ, 40% മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിഭാഗം എന്നിവർ താമസിക്കുന്ന വീടുകളാണ് രണ്ടാം ഉപവിഭാഗത്തിൽ വരുന്നത്. ജനറൽ വിഭാഗത്തിലെ വീടുകൾ എന്ന് പറയുന്നത് 3000 ചതുരശ്ര അടി വരെയുള്ള വീടുകളാണ്. ചതുരശ്ര അടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളും ഫ്ലാറ്റുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയം ഉപവിഭാഗത്തിൽ 3000 മുതൽ 5000 വരെ ചതുരശ്ര അടിയുള്ള, അതായത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളും ഫ്ലാറ്റുകളും ഉൾപ്പെടുന്നു. പ്രീമിയം എന്ന് പറയുന്ന 5ാമത്തെ വിഭാഗത്തിൽ 5000 ചതുരശ്ര അടിക്ക്, അതായത് 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളും ഫ്ലാറ്റുകളുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അറിയുക, 4 വിഭാഗങ്ങളാണ് ഗാർഹികം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നേരത്തെ വിശദ വിവരങ്ങൾ പറഞ്ഞതനുസരിച്ച്. ഇനി ഗാർഹികേതരം, വീടാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നത് എന്ന വിഭാഗത്തിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിലും 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, അന്തേവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കാതെ സേവനമായി നടത്തുന്ന ഒരു അനാഥാലയമുണ്ടെങ്കിൽ ആ അനാഥാലയം ഉപവിഭാഗത്തിലെ ഒന്നായി വരും. വൃദ്ധസദനം വരും. ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനങ്ങളും ആശ്രയ കേന്ദ്രങ്ങളും ലഹരി വിമുക്ത കേന്ദ്രങ്ങളും ബഡ്സ് സ്കൂളുമൊക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് ജനറൽ വിഭാഗം. അതിലാണെങ്കിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സ്ഥാപനം, ആശ്രയ കേന്ദ്രം, ലഹരി വിമുക്ത കേന്ദ്രം, ഫീസ് ഈടാക്കി നടത്തുന്ന അനാഥാലയം, വൃദ്ധസദനം, അതുപോലെ 10 കിടക്കകളിൽ താഴെയുള്ള ആശുപത്രി,
അങ്കണവാടി, ലൈബ്രറി, ആരാധനാലയം, വിദ്യാഭ്യാസ സ്ഥാപനം, ഗവേഷണ കേന്ദ്രം, ഹോസ്റ്റൽ, 1076 ചതുരശ്ര അടിയിൽ താഴെയുള്ള ഗോഡൗൺ, 161 ചതുരശ്ര അടിയിൽ താഴെയുള്ള മറ്റ് സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് ഈ രണ്ടാം ഉപവിഭാഗത്തിൽ ഗാർഹികേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ഗാർഹികേതര ഉപവിഭാഗത്തിലെ മറ്റ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 50 കിടക്ക വരെയുള്ള ആശുപത്രി, സ്ഥാപനങ്ങളുടെ കൂടെ അല്ലാത്ത ഉള്ള ഹോസ്റ്റലുകൾ, ജിംനേഷ്യം, പോൾട്രി ഫാം, ഹോം സ്റ്റേ, മൃഗശാല, അനിമൽ ഫാം, വർക്ക്ഷോപ്പ്, ബ്യൂട്ടി പാർലർ, 100 സീറ്റിൽ താഴെയുള്ള റെസ്റ്റോറൻറ്റ്, 161 മുതൽ 1076 ചതുരശ്ര അടിയുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും കടകളും, ലോഡ്ജുകൾ, 10,764 ചതുരശ്ര അടിയിൽ താഴെയുള്ള ഓഡിറ്റോറിയം തുടങ്ങിയവയാണ് മൂന്നാമത്തെ ഉപവിഭാഗത്തിൽ ഗാർഹികേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. പ്രീമിയം വിഭാഗമായ നാലാമത്തെ ഉപവിഭാഗത്തിൽ 100 സീറ്റിൽ കൂടുതലുള്ള ഹോട്ടൽ, 50 കിടക്കയിൽ കൂടുതലുള്ള ആശുപത്രി, 3 സ്റ്റാർ ഹോട്ടൽ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, കൺവെൻഷൻ സെൻറ്റർ, വൻകിട സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത്തരം വിഭാഗങ്ങളായി, അതായത് ഗാർഹിക വിഭാഗവും ഗാർഹികേതര വിഭാഗവുമായി 8 വിഭാഗങ്ങളാണ് ഇപ്പോൾ ഉപവിഭാഗമായി വാട്ടർ അതോറിറ്റി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവയ്ക്ക് പ്രത്യേക രീതിയിൽ നമ്മൾ ശുദ്ധജലത്തിൻ്റെ ചാർജ് നൽകേണ്ടി വരും. ഈ വിഭാഗത്തിൽ എവിടെയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടം ഉൾപ്പെടുന്നത് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിരക്കുകൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ മിക്കവാറും നമുക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ചാർജ് വർധനവിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാതെ വയ്യ. ജല അതോറിറ്റിയുടെ ജീവനക്കാർ തന്നെ 15,000 ലിറ്ററായി കണക്കാക്കി, മിനിമം ഉപയോഗം 15,000 ലിറ്ററായി കണക്കാക്കി അതിനു മുകളിലുള്ള ഉപയോഗത്തിന് പുതിയ നിരക്കുകൾ ഏർപ്പെടുത്തിയാൽ മതി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഘടനകളുമായിട്ട് പിന്നീട് ഒരു ചർച്ചയും കൂടാതെയാണ് ഇപ്പോൾ പുതിയ ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈടാക്കുന്ന തുക സംബന്ധിച്ചിട്ടുള്ള തീരുമാനം സർക്കാർ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുവരെ നിലവിലുള്ള തുക തന്നെ നൽകിയാൽ മതിയാകും. ഇനി പുതിയ നിരക്ക് സർക്കാർ ഈ വാട്ടർ അതോറിറ്റി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.